ഹലോ, ഞാൻ അഷ്റഫ് ചേർക്കൽ OnePlus 4U വേണ്ടിയിട്ട് ഇതിന് ഇൻട്രോ ആയിട്ട് മിസ്റ്റർ ആസിഫ് അഷ്റഫ് ചേരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതാണ് ബേക്ക്ഡ് ബാരമുണ്ടി അഥവാ കാളാഞ്ചി ഗ്രിൽ ചെയ്തത്. ഇവിടെ ഈ ഓവനകത്ത് വെച്ച് നമ്മൾ ബേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഗ്രിൽ ചെയ്ത് അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്കിപ്പോൾ നോക്കട്ടോ. ഓക്കെ, അതിനാദ്യം തന്നെ ഒരു കളാഞ്ചിനെ ഇങ്ങോട്ട് പെട്ടിച്ച് ഇതുപോലെ ഇങ്ങോട്ട് ഇതായിട്ട് പട്ടപ്പട്ടാന്ന് വെച്ചിട്ടൊന്ന് നല്ല പോലെ അതിൻ്റെ തോല് ഭാഗമൊക്കെ ഒന്ന് ചെതമ്പലൊക്കെ നല്ല പോലെ കളയാം. മലത്തിയടിച്ച് സൈഡൊക്കെ ഒന്ന് വെളുപ്പിൽ കറുത്ത ഭാഗം കളയാം. ആ ചുണ്ടുഭാഗം ഒന്ന് വെട്ടിക്കളയാം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക്, അതുപോലെ നാരങ്ങാനീര് ഇതുകൂടി ഒന്ന് തിരുമ്മിയിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഇങ്ങനെ നല്ല പോലെ തടയി റെഡിയാക്കി വയ്ക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത്തിരി കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം വെച്ച ശേഷം ഒരു മണിക്കൂർ വെച്ച് അത് പുറത്തെടുക്കുക. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി തോല് കളഞ്ഞത് ഈ പകുതിയായിട്ട് ഹാഫ് കട്ട് ചെയ്തിട്ട് സൈഡിൽ ഇങ്ങനെ ഓരോ പീസുകൾ ആ കള്ളികളിൽ 1-2 എണ്ണം വീതം ഇങ്ങനെ വെച്ചത് ഫില്ലാക്കുക. അതുപോലെ മറ്റേ സൈഡിലും അടിവശത്തും ഇതുപോലെ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചെറുതായിട്ട് അതും വെച്ച് കൊടുക്കുക സൈഡിൽ. ഇതൊക്കെ ചൂടായി കഴിയുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. കഴിക്കുന്ന ടൈമിൽ ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉടനെ ഇതിൻ്റെ വയറുണ്ടല്ലോ, വയർ ഇതാ ക്ലീൻ ചെയ്ത ഭാഗത്ത് ഈ ചെറുനാരങ്ങ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ 5-6 പീസ് ഇങ്ങനെ വെച്ച് വയറ് നിറയ്ക്കുക. എന്നിട്ട് അതിൽ ഈ വെളുത്തുള്ളി പീസുകൾ ഇട്ട് കൊടുക്കുക. 2 സൈഡിലും ചെയ്യുക. ഇത് വയറിനുള്ളിലും വയ്ക്കുക. ഇതൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് കെട്ടി വയ്ക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അല്പം ബട്ടർ, ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, സ്വല്പം ഉപ്പും ചേർത്തത് ഒന്ന് ചൂടാക്കുക. ചൂടാക്കി വരുമ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ മേലൊന്ന് ഒഴിക്കുക, 2 സൈഡിലായിട്ട് ഒഴിക്കുക. എന്നിട്ടൊരു പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ 2 സൈഡിലും ഇതിനെ ഒഴിച്ചു കൊടുക്കുക. ഈ ചൂടാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ, ഗാർലിക്ക്, മല്ലിയില ചേർത്തിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് എല്ലാം എന്ന് പറഞ്ഞാൽ അതിന് ആവശ്യമുള്ള 2 സൈഡിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, 2 സൈഡിലും മറിച്ചിട്ട് ഒരു സൈഡിൽ ഒഴിക്കുക, എന്നിട്ട് മറിച്ചിട്ട് 2ാമത്തെ സൈഡിൽ ഒഴിക്കുക, തടവി. ഓക്കെ, അപ്പോൾ ആ ഭാഗം അങ്ങനെയായി. ഇനി അടുത്തത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ബീൻസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് സ്വല്പം പയർ ഇതിലിടുന്നുണ്ട്. അതിന് സ്വല്പം ഒലിവ് ഓയിൽ, ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി ഇതിടുക. ഒന്ന് ഇളക്കി കൊടുക്കുക. കുരുമുളകിൻ്റെ പൊടി ഇട്ടാൽ, ഉപ്പ്, ഓക്കെ. ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല, ഇനി ഏതായാലും വെളിച്ചെണ്ണ ആയാലും മതി. ഏതായാലും ഒന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ബോയിൽ ചെയ്യുന്നില്ല, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് കൂട്ടിക്കടിക്കാനും ബെസ്റ്റായിരിക്കും. അതും അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് ഓക്കെ, സാധനം റെഡി. നേരെ അതിൽ വയ്ക്കാം. ഒരു 180-ൽ 20 മിനിറ്റ് വയ്ക്കാം. 20 മിനിറ്റ്. എന്നിട്ട് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് 15 മിനിറ്റ് വയ്ക്കണല്ലോ, അത് കഴിഞ്ഞ് പോരാ എന്നുണ്ടെങ്കിൽ വീണ്ടും വയ്ക്കുക. 5-10 മിനിറ്റ് നോക്കുക, അത്ര മതിയാവും. ഒരു 20-25 മിനിറ്റ് മതിയാവും. നമുക്കൊന്ന് നോക്കാമല്ലോ, ഇടയ്ക്ക് ചെന്ന് നോക്കാം പാകമായെങ്കിൽ. ഓക്കെ, ഇത് വയ്ക്കാം. ഞാൻ ഒന്നും പോരാ, അതിൻ്റെ പയറൊക്കെ ഒന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്, ചിലതൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്, അതിനൊക്കെ മാറ്റിയിട്ട് വീണ്ടും അടച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൊണ്ടും വയ്ക്കണം. എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പോരെങ്കിൽ വീണ്ടും ഒന്നുകൂടി സ്വല്പം വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ട് ഒരു 20-25 മിനിറ്റ്. ഓക്കെ, റെഡി. ഓക്കെ,
അവിടെ ഇറക്കാം കേട്ടോ. സംഗതി റെഡി. ഓക്കെ, ഇത്രയുള്ള കാര്യം. ഇതിന് ഭയങ്കര പണിയൊന്നുമില്ല, നമുക്ക് സാധനം കിട്ടിയാൽ മതി. മീൻ പറ്റിയത് ഈ പറഞ്ഞ മീൻ ഉണ്ടല്ലോ, ബാരാമുണ്ടി, പറഞ്ഞ കളാഞ്ചി എന്ന് പറയില്ലേ, ആ സാധനമാണ്. ഓക്കെ എന്നാ ഇത് ശരി. വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാത്തവർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക.